ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓപ്പൺ ഡി ബി, അതായത് ഒരു ബിൽഡിങ്ങിലോ അതുപോലെ വീടുകളിലേക്കാണ് നമ്മൾ ഓപ്പണായിട്ട് ഡി ബി വെച്ച് ചെയ്യണമെന്നില്ല, എങ്ങനെയാണ് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ഇത് വി ഗാർഡിൻ്റെ ഡി ബി ആണ്. 12 ഡി ബി ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. MCBകളെല്ലാം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ELCBയും കൊടുക്കാനുണ്ട്, ഐസൊലേറ്ററും കൊടുക്കാനുണ്ട്. അത് സിംഗിൾ ഫേസ് 2 പോൾ ഐസൊലേറ്ററിനും കൊടുക്കാനുണ്ട്, ELCBയും കൊടുക്കാനുണ്ട്. ബാക്കി ആ സെക്ഷനിലാണ് വരുന്നത്. അതിന് ശേഷമാണ് MCBകൾ വരുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ റൂമുകളിൽ നിന്ന് വരുന്ന സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ എർത്ത് വരുന്നത് കംപ്ലീറ്റ് തിരിച്ച് ആ പറയുന്ന സ്ഥലങ്ങളിൽ കൊടുത്തു. അതിനുശേഷം അതുപോലെ തന്നെ വീണ്ടും ഒരു ബാർ കണ്ടോ, ഈ ബാറിൽ നമുക്ക് വേണമെങ്കിൽ എർത്ത് കൊടുക്കാം. ഈ 2 സൈഡിലുള്ള ബാറുകളിൽ നമ്മൾ എർത്തിൻ്റെ കണക്ഷൻ കൊടുക്കാം. പിന്നെ വരുന്നത് ന്യൂട്രലാണ്. എല്ലാ റൂമുകളിൽ നിന്ന് വരുന്ന ന്യൂട്രെല്ലാം ആ ബാറിൽ മുകളിൽ കാണുന്ന ന്യൂട്രൽ ബാറുണ്ട്. ആ ന്യൂട്രൽ ബാറിൽ കുറേ സ്ക്രൂകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്ക്രൂള് ലൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാക്കിയാണ് നമ്മൾ വയർ കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഫേസ് ഇൻവെർട്ടർ ഫേസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. നമ്മൾ ഏതൊക്കെ സ്ഥലത്തേക്കാണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് 10 ആമ്പിയറിൻ്റെ C10 എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. MCBകളെല്ലാം തന്നെ ഒരെണ്ണം മാത്രം C20 എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ടാണ്. ഇൻവെർട്ടർ സെക്ഷൻ വരുന്നത് സെപ്പറേറ്റ് ചെയ്യുന്ന 20ൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം തന്നെ 10ൻ്റെ MCBകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 10ൻ്റെ MCBകൾ നമ്മൾ ഏതൊക്കെ റൂമുകളിലേക്കാണോ വേണ്ടത് അവിടേക്കെല്ലാം സെപ്പറേറ്റ് വയറുകൾ നമ്മൾ റൂമുകളിൽ നിന്ന് സർക്യൂട്ട് വരുന്നുണ്ടാവും. നമ്മൾ സാധാരണ വലിക്കുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, ഇത്രയാണ് ഒരു മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മാസ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാ സ്ഥലത്തും ലൈറ്റ് പെട്ടെന്ന് തെളിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്ററിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ വലിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. ഫേസ് വലിക്കുന്നത് ചുവപ്പ് വയർ, ന്യൂട്രൽ വലിക്കുന്നത് ബ്ലാക്ക് വയർ, എർത്ത് വലിക്കുന്നത് പച്ച വയർ, അതുപോലെ തന്നെ ഇൻവെർട്ടർ വലിക്കുന്നത് മഞ്ഞ വയർ, മാസ്റ്റർ വലിക്കുന്നത് നീല വയർ. ഇൻവെർട്ടറും മാസ്റ്ററും നമ്മൾ കൊടുക്കുന്ന 1.5 വയറാണ് കൊടുക്കുന്നത്. പിന്നെ വലിക്കുന്ന എല്ലാം തന്നെ അതിൽ എർത്തും 1.5 കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ 2.5 വയറാണ് നോർമൽ സർക്യൂട്ടിന് നമ്മൾ വലിക്കുന്നത്. പിന്നെ AC ആണെങ്കിൽ നമ്മൾ 2.5 തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഡി ബിയിലേക്ക് വരുന്ന സർക്യൂട്ടിൻ്റെ വയറുകൾ 6ൻ്റെ വയർ വലിക്കും, നമ്മൾ അതുപോലെ തന്നെ 4ൻ്റെ വയർ വലിക്കും. ഇതിപ്പോൾ ഓൾറെഡി AC കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് 4ൻ്റെ വയർ മതിയാവും. AC കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 6ൻ്റെ വയർ നമ്മൾ വലിക്കണം, അല്ലെങ്കിൽ 10ൻ്റെ വയർ നമ്മൾ കൊടുക്കണം. അതല്ല നമ്മൾ ACയുടെ എണ്ണം കൂടുതലാണെങ്കിൽ 3 ഫേസ് DB ആണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ സിംഗിൾ ഫേസ് DB ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ACയുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ വാട്ട്സ് കൂടും. അതുപോലെ കറണ്ട് ആശയൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ 3 ഫേസ് DBയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം നമ്മൾ AC കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫേസ് DB തന്നെ സെലക്ട് ചെയ്യുന്നതാണ്, വീടുകളിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീടുകളിൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന പുതിയ വീടുകളിൽ നമ്മൾ സിംഗിൾ ഫേസ് DBയേക്കാൾ നല്ലത് 3 ഫേസ് DB ആണ് ചെയ്യേണ്ടത് എന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹം അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.